ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് രാത്രി ഡിന്നർ വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് സൈഡ് ഡിഷായിട്ട് ആദ്യം ചെന്ന മസാല, നമ്മൾ വെള്ള കൊണ്ട കടലയില്ലേ, അതുകൊണ്ട് ഒരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂരിക്കുള്ള മാവൊക്കെ നേരത്തെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ചെന്ന മസാലയ്ക്കുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ. അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ആദ്യം കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് കണ്ണാടി പോലെ മാറിയതിന് ശേഷം കുറച്ച് ഇഞ്ചി, 2-3 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് തക്കാളി. തക്കാളി ചേർക്കുന്നതിന് മുൻപ് ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ല. അപ്പോൾ 2 തക്കാളി അരിഞ്ഞു വെച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഉടഞ്ഞ് നല്ല മസിഞ്ഞ് കിട്ടണം, അതുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുവാണ്. അപ്പോൾ നല്ല ഈർപ്പം ഉണ്ടാവും. തക്കാളി പെട്ടെന്ന് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഞാനിത് ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കുവാണ്. ഇപ്പോൾ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. കുക്കറിൽ കടല വെന്തുകൊണ്ടിരിക്കുവാണ്. അടുത്ത് മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൂരിക്കുള്ള മാവ്. ഇനി മറ്റൊരു പാത്രത്തിൽ ഒരു കഷ്ണം ബട്ടർ ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചെന്ന മസാലയ്ക്കെല്ലാം ഇച്ചിരി ബട്ടർ ചേർക്കുന്നത് നല്ല രുചി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മുളക് പൊടി, ഒരു 3 സ്പൂൺ, 3 അല്ലെങ്കിൽ 2, നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുവാണ്. അപ്പോൾ എണ്ണയിൽ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ 3 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, അതായത് ഒരു 1.5 അല്ലെങ്കിൽ 2 സ്പൂൺ, മുളക് പൊടിക്കാട്ടിലും കുറവായിട്ടാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നില്ലേ സവാള, തക്കാളിയൊക്കെ വഴറ്റിയത്, അത് ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് നല്ലോണം മാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ അടിക്കാനുള്ളത്. അത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുവാണ്. ഇനി ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് ആ വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ല വഴറ്റിയതുകൊണ്ട് പച്ചമണമൊക്കെ ഒന്നും കാണില്ല. അതിന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇളക്കി വെച്ചിരുന്ന മസാലിന് കണക്കാക്കി കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കടല ഞാൻ എടുത്ത് വെച്ചിരിക്കുവാണ്. കാരണം നമുക്ക് ചുമ്മാ വെറുതെ എടുത്ത് കഴിക്കാമല്ലോ. ഞാൻ ഒരുപാട് കടല വേവിച്ചതാണ്. അപ്പം കറിക്ക് കണക്കാക്കിയുള്ള കടല മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി തിളച്ച് കുറുകി വരുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ പണി നടക്കുന്നുണ്ട്, മറ്റൊരു വശത്ത് ഞാൻ പൂരി ഉണ്ടാക്കുന്ന പണി മറ്റൊരു വശത്താണ്. അപ്പോൾ പൂരിക്കുള്ള മാവ് ചെറിയ ബോൾസായിട്ടാണ് ഞാനത് ഉരുട്ടി വെച്ചിരുന്നത്. ഇനി അത് ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ പൂരിയുടെ സൈസിന് വേണ്ടിയാണ് ചെറുതായിട്ട് എടുത്തത്. ഇനി നമുക്കൊന്ന് എണ്ണയിലിടാം. എണ്ണ നല്ല ചൂടായിരിക്കണം, എന്നാലേ പൂരി പെട്ടെന്ന് പൊങ്ങി വരത്തുള്ളൂ. പക്ഷേ ഇവിടെ എണ്ണ കുറച്ചുകൂടി ചൂടാവാനുണ്ട്. അത്രയ്ക്ക് ചൂടായിട്ടില്ല. ആദ്യത്തെ പൂരി ഇട്ടപ്പം കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മളത് പൊന്തി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ മുക്കി ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം വീണ്ടും പൊങ്ങി കിട്ടും. ചെറിയ ജലദോഷമുണ്ട്, അതാണ് ശബ്ദത്തിനൊരു ചെറിയ മാറ്റം. 2-3 ദിവസമായി ജലദോഷം വന്നിട്ട്. ഭാഗ്യത്തിന് പനിയില്ല, അതുകൊണ്ട് കൊള്ളാം. ഇങ്ങനെ പൂരി തിരിച്ചും മറിച്ചും 2 സൈഡിലും ഇങ്ങനെ ഇട്ട് പൂരി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ കറി നമുക്ക് തിളച്ചോന്ന് ഒന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ബൂരിയും ഉരുട്ടി പെട്ടെന്ന് ഇടണം. അങ്ങനെ 2 ജോലിയും ഒരു സമയത്ത് അറ്റ് ടൈമിൽ നടക്കുവാണ്. അപ്പോൾ കറി നല്ലോണം തിളച്ച് നല്ലൊരു കളറാണ്. അപ്പോൾ ഞാൻ അടുത്ത ബൂരി ഇട്ടു. അടുത്ത ബൂരി കണക്കായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ബൂരിയും അതുപോലെ ബട്ടർ ചെന്ന മസാലയുമാണ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ച് എന്തൊക്കെയാണ് എന്ന് നോക്കണം. അതിന് മുൻപ് ഞാൻ ബൂരി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാവ് അരയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ അപ്പത്തിനുള്ള മാവ് അരയ്ക്കാൻ വേണ്ടി അരി ഊറയിട്ടു. പച്ചരിയും കുറച്ച് ഉലുവയും അതുപോലെ കുറച്ച് ഉഴുന്ന്, ഒരു 1-1.5 സ്പൂൺ ഉഴുന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞാൻ ബൂരിക്ക് മാവൊക്കെ മിക്സ് ചെയ്തതിന് വെച്ചതിന് ശേഷം ഗ്രൈൻഡറിലാക്കി. അപ്പോൾ നമുക്ക് ഈ ജോലി കഴിയുമ്പം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലി കഴിയുമ്പോൾ മാവ് അരഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തീർന്നപ്പോൾ തന്നെ മാവ് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കലക്കി മൂടി വെച്ചിട്ടുണ്ട്. ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പണിയുണ്ട്. കാലത്ത് എൻ്റെ കിച്ചൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വളരെ ക്ലംസി ആയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം കിടക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴുകി മാറ്റിയതിന് ശേഷമാണ് ലഞ്ചിൻ്റെ കാര്യം നോക്കാൻ പോകുന്നത്. കാരണം എല്ലാം കൂടി ഒന്നിച്ചായ പിന്നെ എനിക്ക് ചെയ്യാൻ മടി തോന്നും. അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി മാറ്റിയതിന് ശേഷം ടെറസിൽ വന്നു കുറച്ച് കരിവേപ്പില എടുക്കാൻ വേണ്ടിയാണ്. അപ്പം കരിവേപ്പില 2 ബക്കറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ കരിവേപ്പില എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല നീളത്തിലുള്ള കരിവേപ്പിലയാണ്. അപ്പോൾ കൂടുതലും ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു തൈയാണ്. അങ്ങനെ കരിവേപ്പില എടുത്തതിന് ശേഷം താഴേക്ക് വന്നു. കത്തിരിക്ക കൊണ്ട് ഒരു പാൽ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ കത്തിരിക്ക എൻ്റെ ടെറസിൽ നിന്ന് വിളവെടുത്ത കത്തിരിക്കയാണ്. പാൽ കറിക്ക് സവാള ആവശ്യമാണ്. അപ്പോൾ ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. 3ഉം നീളത്തിൽ, നല്ല കണ്ണാടി പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എരിവിനായിട്ട് നമ്മളിതിൽ ഒന്നും ചേർക്കാറില്ല. മുളക് പൊടിയോ അല്ല കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കാറില്ല. പച്ചമുളക് മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പച്ചമുളകാണ് എടുത്തത്. അത് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ കത്തിരിക്ക 3 കത്തിരിക്കയാണ്. അത് 2 ടൈപ്പാണ്. ഒന്ന് നല്ല ഡാർക്ക് കളറും ഒന്ന് നമ്മളെ നാടൻ കത്തിരിക്കയാണ്. അങ്ങനെ 3 കത്തിരിക്ക അത് അരിഞ്ഞ് അതും വെള്ളത്തിയിട്ട് പാത്രത്തിൽ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുക്, പിന്നെ അല്പം കരിവേപ്പില. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ച് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും നല്ല മണമായിരിക്കും. പക്ഷേ ഞാൻ ഇതൊന്ന് വഴണ്ടി കിട്ടിയതിന് ശേഷമാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് നല്ല പാകമായി കിട്ടും. അപ്പം ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ അല്പം ചതച്ചെടുക്കുവാണ്. ഇനി ഇത് നമുക്ക് സവാളയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്ന കത്തിരിക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. കത്തിരിക്കയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ കത്തിരിക്കയൊക്കെ പെട്ടെന്ന് വെന്ത്. അത് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ അതിനെക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. സവാള നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിരിക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിന് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കണം. തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ ഇതിൽ മുളക് പൊടി ഒന്നും ചേർത്തില്ലല്ലോ, മല്ലിപ്പൊടി ചേർക്കാറുണ്ട്.
പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം വെന്ത് കിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണ് മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ അടി അടിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നല്ല മഷിയായിട്ട് അരച്ചെടുക്കാം. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുകും കരിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മസാല ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് അത് നമുക്ക് വീണ്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ തേങ്ങ, അത് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പരിപ്പ് കറി ഇങ്ങനെ എടുക്കുമ്പം അതിലിടയ്ക്കൊക്കെ തേങ്ങ കൊത്ത് കാണുമ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇവിടുത്തെ സ്ഥലങ്ങളിലുള്ള കല്യാണ വീടുകളിലൊക്കെ തേങ്ങ കിടക്കും ഇങ്ങനെ, നമ്മൾ ചിരകിയെടുത്ത് തേങ്ങ അങ്ങനെ കിടക്കും. പക്ഷെ ഞാൻ ചിരകിയല്ലല്ലോ അരയ്ക്കുന്നത്. അതുകൊണ്ട് മസാല ഒക്കെ ഇട്ടതിന് ശേഷം ഒരു അടി അടിച്ചിട്ട് ആദ്യം കുറച്ച് തേങ്ങ അങ്ങനെ മാറ്റി വയ്ക്കും. അത് പരിപ്പിലിട്ടിട്ടുണ്ട്. അപ്പം പരിപ്പ് കറി റെഡിയായി. അതൊന്ന് വാങ്ങി വെച്ചു. അടുത്തതായിട്ട് നമ്മളുടെ കത്തിരിക്ക പാൽക്കൂട്ടുണ്ടല്ലോ, അതിന് വേണ്ടി തേങ്ങാപ്പാൽ എടുക്കുവാണ്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അല്ലാതെ വെറുതെ കത്തിരിക്ക നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിരിക്ക കുറച്ച് വെന്തിട്ടുണ്ട്. ഇതിൽ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുവാണ്. വേറെ ഒന്നും ചേർക്കണ്ട. മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ കത്തിരിക്കായാലും ഒന്ന് മിക്സ് ആവണം. അതുവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇച്ചിരി മസിഞ്ഞുപോയി. ഇനി നമുക്ക് ഇത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിക്കാം. തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അത് മാത്രമല്ല, എൻ്റെ ടെറസിലുള്ള കത്തിരിക്ക കൊണ്ട് ഒരു കൂട്ട് വയ്ക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്, നല്ല ഹാപ്പിയാണ് ഞാൻ. അപ്പം തിളയ്ക്കാറായി, നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. കത്തിരിക്ക കൂട്ട് റെഡിയായി. ഇനി അടുത്തതായിട്ട് കുറച്ച് പപ്പടം കാച്ചിയെടുക്കണം. അതിനുവേണ്ടി കാലത്ത് പൂരി ഉണ്ടാക്കിയില്ലേ, ആ എണ്ണയിൽ തന്നെ പപ്പടം ഞാൻ കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ളത് പരിപ്പ് കറിയും തേങ്ങാപ്പാൽ കത്തിരിക്ക കൂട്ടും അതുപോലെ പപ്പടവുമാണ്. ഇനി അടുത്ത് കുറച്ച് ക്ലീനിങ് ഉണ്ട്. കിച്ചന് ക്ലംസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫുഡൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പപ്പടം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഷിഫ്റ്റ് ആക്കുവാണ്. അപ്പോൾ എല്ലാം റെഡി ആയിരിക്കുവാണ്. മക്കൾക്ക് കഴിക്കാനുള്ള സമയമായി. പക്ഷേ അവർ കളിച്ചുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് കുറച്ച് താമസിച്ചേ ഇനി കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് പർപ്പസിലൊന്ന് ഇറങ്ങി. ആദ്യം മിക്സിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുവാണ്. മിക്സി നല്ല നീറ്റായിട്ട് തുടച്ചതിന് ശേഷം അടുത്ത് ചോപ്പർ, നമ്മൾ സവാളയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്ന ചോപ്പർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അപ്പം ചോപ്പറൊക്കെ ഞാൻ എന്നും ഉപയോഗിക്കുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും അതിൽ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അത് ഒന്ന് തുടച്ചെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അകത്തുള്ള ബ്ലേഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഞാനൊരിക്കൽ ഇത് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അടുപ്പിൻ്റെ അടുത്തിങ്ങനെ വച്ചിരുന്നപ്പോൾ ഇതിങ്ങനെ മെൽറ്റായിപ്പോയി ചെറുതായിട്ട്. അത് കുറച്ച് ഒരു ചെറിയ ഡാമേജ് പോലെ ഉണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ ഇതിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോഴൊക്കെ
ഒരുപാട് സവാളയൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്ലാബ് ചോപ്പറിൻ്റെ മെഷീനും മുകളിൽ വയ്ക്കുന്ന മെഷീനും അത് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലാബ്, ഇത് മറ്റൊരു സ്ലാബാണ്. ഞാൻ കുക്ക് ടോപ്പ് വെച്ചിരിക്കുന്നത് ഒരു സ്ലാബ്, ഇത് സൈഡിൽ മറ്റൊരു സ്ലാബാണ്. അപ്പോൾ ഇതും നല്ലോണം ഞാനൊന്ന് ക്ലീനാക്കി തുടച്ചെടുക്കുന്നുണ്ട്. സ്ലാബൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിങ്ക് ഒന്ന് തേച്ച് കൊടുക്കുവാണ്. പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി. കാലത്ത് ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളും അതുപോലെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത പാത്രങ്ങളും കുറച്ചുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ബാസ്ക്കറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ സിങ്കിൽ ചെറിയ അഴുക്കുണ്ടായിരുന്നു, കാരണം ഇന്നലെ കഴുകിയില്ല. അപ്പോൾ ഞാൻ എന്നും കഴുകാറില്ല, 2-3 ദിവസത്തേക്ക് ഒരിക്കലാണ് ഇങ്ങനെ സിങ്കൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ അഴുക്കുണ്ട്. അപ്പോൾ ഇന്ന് സിങ്ക് ഒന്ന് തേച്ച് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റൗവും ഒന്ന് തുടയ്ക്കണം. അതുപോലെ ഇവിടുത്തെ സ്ലാബും ഒന്ന് ക്ലീൻ ചെയ്യണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ഒന്ന് തൂത്തെടുക്കുവാണ്. കിച്ചണിൽ അഴുക്ക്, നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നലെ തൂത്തതാണ്. അപ്പോൾ ഇന്ന് സാധാ ഞാൻ വൈകുന്നേരമാണ് തൂക്കുന്നത്. ഇപ്പോൾ ഇന്ന് ചെറിയ അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് തൂത്തെടുത്ത് കൊടുക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലഞ്ചായിരുന്നു, വെജിറ്റേറിയൻ. അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാലത്ത് ഞാൻ ഉണ്ടാക്കിയില്ലേ ചെന്ന മസാല, അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അതും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നൈറ്റ് ഡിന്നറിന് അപ്പവും കടലക്കറിയും അതുപോലെ തേങ്ങാപ്പാൽ ആവശ്യമുള്ളവർ അത് വെച്ചും കഴിക്കാം. അങ്ങനെ കുറച്ച് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാലത്ത് കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കണം. നല്ല തണുപ്പുണ്ട്, അപ്പോൾ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതൊരു അടുപ്പിലായിട്ട് നടക്കട്ടെ. മറ്റൊരു അടുപ്പിൽ ഞാൻ അപ്പത്തിൻ്റെ കാര്യം നോക്കുവാണ്. അങ്ങനെ ചൂട് അപ്പവും നല്ല അടിപൊളി കടലക്കറിയും പപ്പായയും പിന്നെ തേങ്ങാപ്പാൽ, എനിക്ക് തേങ്ങാപ്പാൽ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തേങ്ങാപ്പാലും വെച്ച് നൈറ്റ് ഡിന്നർ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.